മലപ്പുറം ജില്ലാ പഞ്ചായത്ത് അംഗവും യൂത്ത് ലീഗിന്റെ നേതാവുമായിട്ടുള്ള ഹാരിസ് 50 കോടിയോളം രൂപ വെട്ടിച്ചിരിക്കുന്നത്. ഈ 50 കോടി രൂപ അദ്ദേഹം വെട്ടിച്ചത് ജില്ലാ പഞ്ചായത്തിന്റെ പദ്ധതികളിൽ അതിന്റെ നിർവഹണത്തിൽ പങ്കു ചേർത്തുകൊണ്ട് അവർക്കതിന്റെ ലാഭവിഹിതം കൊടുക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ്. ജില്ലാ പഞ്ചായത്ത് ഓഫീസിനെയാണ് കേന്ദ്രമാക്കി തട്ടിപ്പ് നടന്നിട്ടുള്ളത്. മുസ്ലിം ലീഗിന്റെ സാധാരണ പ്രവർത്തകരും പ്രവാസികളുമായിട്ടുള്ള ആളുകളാണ് ഈ തട്ടിപ്പിന് ഇരയായിരിക്കുന്നത്. കാരണം ലീഗുകാരെയാണല്ലോ പറ്റിക്കുക. സത്യത്തിൽ സ്വന്തം പാർട്ടിക്കാരെ ഇത്ര ഭംഗിയായി പറ്റിക്കുന്ന മറ്റൊരു പാർട്ടി അല്ലെങ്കിൽ പാർട്ടി നേതാക്കന്മാര് വേറെ ഉണ്ടാകുമോ എന്നുള്ളത് സംശയമാണ്. നമ്മൾ പലരും നാട്ടുകാരെ പറ്റിക്കുന്നതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പല നിക്ഷേപ തട്ടിപ്പുകാരും എൻറ്റയർ ആയിട്ടുള്ള നാട്ടുകാരെ പറ്റിക്കും. എന്നാൽ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാര് മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാരെയാണ് പറ്റിക്കുന്നത്. ഹാരിസ് പറ്റിച്ചിട്ടുള്ളത്, തട്ടിപ്പ് നടത്തിയിട്ടുള്ളത് മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരെയും പ്രവാസികളെയും KMCCയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളെയുമാണ്. പ്രധാനമായും മലപ്പുറം, മങ്കട, പെരിന്തൽമണ്ണ എന്നീ നിയോജക മണ്ഡലങ്ങളിലെ ആളുകളാണ് ഈ തട്ടിപ്പിന് കൂടുതൽ ഇരയായിരിക്കുന്നത്. ക്യാഷ് മുഴുവൻ വാങ്ങിയിട്ടുള്ളത് ബൈ ഹാൻഡാണ്. കയ്യോടെയാണ് പണം മുഴുവൻ വാങ്ങിയിട്ടുള്ളത്. കയ്യാൽ വാങ്ങിയ പണത്തിന് യാതൊരു രേഖയും ഉണ്ടാവില്ല. സുപ്രീം കോടതിയുടെ ഒരു വിധി വന്നത് നിങ്ങളുടെ ശ്രദ്ധയിലുണ്ടാകും. 20,000 രൂപയിൽ അധികമുള്ള കൊള്ളക്കൊടുക്കുകൾ, ക്രയവിക്രയങ്ങൾ അത് ബാങ്ക് മുഖേനയാവണം എന്നുള്ളതാണ് നിയമം. ആ നിയമം ഹാരിസ് പാലിച്ചിട്ടേയില്ല. ഹാരിസിനെ ലീഗിൽ നിന്ന് പുറത്താക്കി എന്ന് പറഞ്ഞ് ഒരു കുറിപ്പ് വന്നു. എന്തിനാണ് പുറത്താക്കിയത് എന്ന് ആ കുറിപ്പിൽ നിങ്ങൾ വായിച്ചോ? എന്തിനാണ് പുറത്താക്കിയത്? ലീഗ് പ്രവർത്തകന്മാർക്ക് തങ്ങളുടെ നിക്ഷേപം തിരിച്ചു കിട്ടാൻ അദ്ദേഹത്തെ സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ടാണ് പുറത്താക്കിയത് എന്നുള്ള വിവരമുണ്ടായിരുന്നെങ്കിൽ ഒരവസരം കിട്ടുമായിരുന്നു. ആ അവസരം പോലും മുസ്ലിം ലീഗ് അതിന്റെ പ്രവർത്തകന്മാർക്ക് നിഷേധിച്ചിരിക്കുകയാണ്. ജില്ലാ പഞ്ചായത്തിനെ കേന്ദ്രമാക്കി, തദ്ദേശ സ്ഥാപനങ്ങളുടെ പദ്ധതികളെ കേന്ദ്രമാക്കി, അടിസ്ഥാനമാക്കി ഇത്തരമൊരു തട്ടിപ്പ് ഒരുപക്ഷെ ഇന്ത്യയിൽ ആദ്യത്തേതാകും. ഇത്ര വലിയ വളവന്മാരൊക്കെ ലീഗിലുണ്ടല്ലോ എന്ന് നമ്മൾ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. ഇനിയും ഒരുപാട് തട്ടിപ്പുകളുടെ കഥ അധികം വൈകാതെ പുറത്തു വരും. കാരണം പല പ്രമുഖന്മാരായിട്ടുള്ള ആളുകളും പല സ്വകാര്യ കമ്പനികളുടെയും ചെയർമാൻമാരും കൺവീനർമാരുമൊക്കെയായിട്ട് ഇപ്പോൾ ഉണ്ട്. അവരൊക്കെ തന്നെ അവരുണ്ടാക്കിയ സ്ഥാപനം ലാഭത്തിലാക്കാൻ വേണ്ടി സംരംഭം തുടങ്ങിയിട്ടുള്ള ആളുകളല്ല. എല്ലാവരും മറ്റുള്ളവന്റെ പണം കൊണ്ട് പരമാവധി ആസ്വദിച്ച് അനുഭവിച്ച് ജീവിച്ച് അവസാനം സംരംഭം നഷ്ടത്തിലായി എന്ന് പറഞ്ഞ് പാവപ്പെട്ടവരുടെ ഷെയറുകൾ തിരിച്ചു കൊടുക്കേണ്ടാത്ത സാഹചര്യത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. ഹാരിസ് ആരംഭഘട്ടത്തിൽ ആളുകളെ വിശ്വസിപ്പിക്കാൻ 1 ലക്ഷം നിക്ഷേപിച്ചവർക്ക് 5,000-ഉം 10,000-ഉം 2-3 മാസം നൽകി. അത് ഒരു ലാഭത്തിൽ നിന്നും ആയിരുന്നില്ല. അവര് കൊടുത്ത പണത്തിൽ നിന്ന് 3,000 കൊടുത്തു 1 ലക്ഷത്തിൽ നിന്ന്. ബാക്കി 70,000 കൊടുത്തില്ല. അതിപ്പോ എവിടെ പോയി എന്ന് ചോദിച്ചാൽ വ്യക്തമായിട്ടൊരു ഉത്തരവും ഇല്ല. ഇങ്ങനെയുള്ള ആളുകളെ, പ്രത്യേകിച്ച് ഇത്തരം ഒരു തട്ടിപ്പ് നടക്കുന്ന സമയത്ത് ലീഗ് നേതൃത്വത്തിന് അറിയാമായിരുന്നു ഈ കാര്യങ്ങളൊക്കെ. കാരണം ഇത്രയും കൂടുതൽ ആളുകൾ ഇത്രയധികം കോടി രൂപ കൊടുക്കുമ്പോൾ ലീഗിന്റെ നേതാക്കന്മാരോട് ചോദിച്ചിട്ടുണ്ടാകും. ഇല്ല എന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. പക്ഷേ ലീഗിന്റെ നേതാക്കന്മാര് വിലക്കുകയും ഹാരിസിനെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുകയും ചെയ്യേണ്ടതായിരുന്നില്ലേ? എന്തുകൊണ്ടാണ് ഹാരിസിനെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാതിരുന്നത്?